കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉന്നതതല യോഗം വിളിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ തീരുമാനം. ഇ.ടി. ടൈസൺ എം.എൽ.എയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉന്നതതല യോഗം വിളിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്തം ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. എം.എൽ.എ ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന എടത്തുരുത്തി രാമൻകുളം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വാട്ടർ ടാങ്ക് സ്ഥാപിക്കാത്തതിലും നിലവിലെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിച്ച കുടിവെള്ളം പാഴാക്കുന്നതിലും എം.എൽ.എ ആശങ്ക പ്രകടിപ്പിച്ചു. ആവശ്യമെങ്കിൽ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നപരിഹാരത്തിനായി തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഉന്നതതല യോഗം വിളിപ്പിക്കുമെന്നും എം.എൽ.എ പറഞ്ഞു. വെള്ളക്കെട്ട് പ്രശ്നം, ഈ രണ്ട് പ്രശ്നം സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എടത്തിരുത്തി പ്രദേശത്തുള്ള രാമൻകുളം കുടിവെള്ള പദ്ധതി, അതിൻ്റെ മുകളിലുള്ള ടാങ്ക് നിർമ്മാണത്തിനുള്ള ഏറ്റവും വേഗത്തിൽ ചെയ്യാനുള്ള തീരുമാനം. മറ്റൊന്ന്, നമ്മുടെ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല പ്രദേശത്ത്, അതുപോലെ ഗോതിരത്ത്, കല്ലുംപുറം ഒക്കെയുള്ള പ്രദേശത്തുള്ള കുടിവെള്ളക്ഷാമം ഒക്കെ പരിഹരിക്കാനുള്ള സ്പെഷ്യൽ ടീമിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് രാത്രി കാലങ്ങളിലും ഇത്തരം വർക്ക് ചെയ്യാനുള്ള രീതിയിൽ ജോലിക്കാരെ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെയും അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തുകൾക്ക് സ്വന്തമായി കരാർ കൊടുക്കുവാനുള്ള അനുമതിക്കായി ജില്ലാ ആസൂത്രണ സമിതിയുടെ ശുപാർശയോടെ സർക്കാരിനോട് അനുമതി തേടും. പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ച അടയ്ക്കൽ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡ് 9, 10, 11 പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C.K. ഗിരിജ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ADM ടി മുരളി, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. TCV, കയ്പമംഗലം.